അസ്സലാമലൈക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റോസ് ആട്ടോ. റോസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിൻ്റെ ഒരു ഇതാട്ടോ ഞാൻ കാണിച്ചു തന്നത്. അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ: റെഡ് പേപ്പർ, യെല്ലോ, ഒരു കത്രിക വേണം, 2 ഗ്രീൻ പേപ്പർ, ഒരു ഗ്ലൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് 8 സെൻറ്റിമീറ്റർ, എല്ലാ സൈഡും 8 സെൻറ്റിമീറ്റർ ആക്കണം കേട്ടോ. അതിന് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. പ്രോസസ്സാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഇങ്ങോട്ട് മടക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ഭാഗം എടുത്തിട്ട് ആ സൈഡിലേക്ക് ഞാൻ മടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു കോൺ പോലെ പിരിക്കുന്നത് നമുക്ക് തിരിച്ച് കൊടുക്കാൻ ഞാൻ കാണിച്ചാൽ തന്നില്ലേ. ഞാൻ ഒന്നുകൂടി ഇതാക്കാൻ കിട്ടും. അപ്പോൾ ഈ സൈഡിൽ ആ ഭാഗത്തേക്ക് തന്നെ മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു സ്ക്വയർ ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റ ഭാഗം എടുത്തിട്ട് ആ സൈഡിലേക്ക് നമുക്കൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു കട്ട് ചെയ്യണം കേട്ടോ. ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് സൈഡിൽ കൂടെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനൊരു എസ്കേപ്പ് വരുന്നിട്ട് ആ മൂലം ഒന്ന് ജസ്റ്റ് ചെറിയൊരു ഭാഗം മതി കേട്ടോ. വലുതായ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, പ്രയാസമായിരിക്കും. നമുക്ക് തുറന്നിട്ടുണ്ട്. നന്നായൊരു ഫ്ലവറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഞാനൊരു 3 ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ആക്കിയിട്ടൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനൊരു 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു 3 ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗ്രീൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് കോലുണ്ടാക്കാനാട്ടോ. കോലുണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒരു ചുഴി പോലെയാണ്. നമുക്ക് അടയാളപ്പെടുത്താണ്ട് ഏത് ഭാഗമാണ് നമുക്ക് വരിക എന്നൊക്കെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പകുതിയായപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്കൊന്ന് കത്രിക ഉപയോഗിച്ച് നന്നായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തുറന്നതിന് ശേഷം വീണ്ടും അതേപോലെ ഞാൻ ഒന്നുകൂടി ചുറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാം, ഞാനിടും കേട്ടോ. ഞാൻ ഗ്ലൂ എടുത്തിട്ട് അവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു യെല്ലോ പേപ്പർ എടുത്തിന് അങ്ങോട്ട് ഞാൻ എത്ര അളവ് കുറച്ച് വലുതായ കുറച്ച് ഞാൻ ലാസ്റ്റ് എടുത്ത് കുറച്ച് വലുതായിപ്പോയി. കുറച്ചും കൂടി ഞാനൊന്ന് ചെറുതാക്കണം കേട്ടോ. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കണം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ വലുതായിട്ടോ. അതിന് ശേഷം സ്കെയിൽ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കുക. അധികം വലുതാക്കരുത്. വരയ്ക്കുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയൊന്ന് എല്ലാ ഭാഗവും കട്ടാക്കിയിട്ട് ഇതേപോലെ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയില്ലേ. എന്നിട്ട് ഒരു കോല് നമ്മൾ നേരത്തെ ഉണ്ടാക്കി കോലെടുത്ത് അറ്റ ഭാഗം പശ തേച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞില്ലേ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കണം. ഞാൻ ഉണ്ടാക്കി കുറച്ചും കൂടി വലുതായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് താഴ്ക്കണം. ഞാൻ കുറച്ച് വലുതായി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നന്നായി ചുറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ അതിൻ്റെ അടിയിൽ പശ തേച്ചിട്ടൊന്ന് ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്.
അങ്ങനെ ഓരോ ഫ്ലവറായിട്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓരോ ഫ്ലവറായിട്ട് ആ ഭാഗം പശ തേച്ച് വെക്കണില്ല എന്ന് വെച്ചാൽ കറക്റ്റ് സൈസാണ്. പശ തേക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല മഞ്ഞ സാധനം തിന്നപ്പോൾ വിടർത്താൻ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലീഫ് ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ ഒന്ന് ലീഫ് ഉണ്ടാക്കിയിട്ട് സൈഡ് ഭാഗം ഒന്ന് ഞാൻ ലീഫ് അരച്ച് വെക്കുന്നുണ്ട്. ഉണ്ടോ? ലീഫ് അരച്ചിട്ട് നമുക്കിഷ്ടം ലീഫ് അരയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ റെഡ് പേപ്പർ എടുത്തില്ല, ഫസ്റ്റ് റെഡ് പേപ്പർ 8 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. 8 സെൻറ്റിമീറ്റർ ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. ഞാൻ അതിൽ ഉൾപ്പെടുത്താം. ഇല്ല, ഇപ്പോൾ 2 ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. എന്താണ് വരുന്നത് നിങ്ങളൊന്ന് പറയാം.